ഹലോ എവ്രിവൺ, നമുക്കിന്നൊരു കൂട്ടുകറി ചെയ്യാം. കൂട്ടുകറി രണ്ട് രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്ന് കടല വെച്ചിട്ടും പിന്നെ ഒന്ന് കടല പരിപ്പ് വെച്ചിട്ടും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടല വെച്ചിട്ടുള്ള ഒരു കൂട്ടുകറിയാണ്. സദ്യക്കൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട് ഈ കൂട്ടുകറി. സോ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എന്തൊക്കെയാണ് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്നും കാണാം. ഞാൻ ദാ ഇവിടെ ഒരു പച്ചക്കായയും പിന്നെ ഒരു അര കഷ്ണം ചേന എടുത്ത് വെച്ചിട്ടുണ്ട്. അത് രണ്ടും നന്നായിട്ട് കഴുകി നുറുക്കി എടുത്തിട്ടുള്ളതാണ് ഇത്. പിന്നെ അര കപ്പ് കടല തലേദിവസം രാത്രി തന്നെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. രാവിലെ ഞാൻ കടല കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുള്ളതാണ് ഇത്. ഈ കടല വേവിച്ച് വെള്ളം കളയണ്ട കേട്ടോ. ഇതിലാണ് നമ്മൾ പിന്നീട് വെജിറ്റബിൾസ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു അര കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ അര ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, 2 ഉണക്കമുളക്. കൂട്ടുകറിക്ക് നമുക്ക് അവസാനം കടുകും മുളകും കറിവേപ്പിലൊക്കെ കൂടി വറുത്തിട്ട് തേങ്ങയും കൂടി വറുത്തെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് 1.5 കപ്പ് തേങ്ങ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, കടുക്, വറ്റൽമുളക്, കറിവേപ്പില. പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പൊടിച്ച ശർക്കരയാണ്. കൂട്ടുകാർക്ക് എപ്പോഴും ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും, എന്ന് വെച്ച് വല്ലാണ്ട് മധുരമല്ല, പക്ഷേ കുറച്ചൊരു മധുരം വേണം, എന്നാലേ അതിന് ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ ഈ ശർക്കര നിങ്ങൾക്ക് കണ്ടാലറിയാം, ഇത് അധികം മധുരം ഇല്ലാത്തൊരു ടൈപ്പ് ശർക്കരയാണ്. അതിൻ്റെ കളറൊക്കെ കണ്ടോ, ഒരു യെല്ലോയിഷ് കളറാണ്. ഇനി നമുക്ക് കുക്കിംഗ് പ്രൊസീജിയറിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ കടല വേവിച്ച വെള്ളമായിരുന്നു ഇത്, നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്നല്ലോ. അത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. ഈ കടല വേവിച്ച വെള്ളത്തിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ചേനയും കായും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ സമയം തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയിലും മുളക് പൊടിയിലും പിന്നെ കടല വേവിച്ച വെള്ളത്തിലും കിടന്ന് ഈ കഷ്ണങ്ങളൊന്ന് വേവട്ടെ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു വേവ് വേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഇതാ വെജിറ്റബിൾസ് എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഈ ബാക്കിയുള്ള കുറച്ച് വെള്ളം കൂടി ഒന്ന് വറ്റണ വരെ ഇളക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് ഈ സമയത്ത് കടല ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പിനൊരു പച്ചച്ചുവ ഉണ്ടാവും ഈ സമയത്ത്, അത് പാടില്ല കറികൾക്ക്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളച്ചോട്ടെ. തിളയ്ക്കണ വരെ നമുക്ക് വേവിക്കാം. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ അരപ്പെല്ലാം ചേർത്തിട്ടുള്ള ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ആ സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യാം. ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് ചുമക്കേ വേണം വറക്കാനായിട്ട്. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഉഴുന്നുപരിപ്പ് നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് ഇളക്കാം. ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ തേങ്ങ നല്ല ബ്രൗൺ കളർ ആവണ വരെ വേണം നമുക്ക് വറുത്തെടുക്കാൻ. കുറച്ച് സമയം എടുക്കും, എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ഒന്ന് ബ്രൗൺ കളർ ഷെയ്ഡ് ആയി വരുന്നുണ്ട്, പക്ഷെ ഇത്രയും പോരാ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് ചുമക്കണം. ഒരു 5-6 മിനിറ്റ് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഈ ഒരു കളറ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഒരു 5 മിനിറ്റും കൂടി നിർത്താണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആയിക്കോട്ടെ. ഇപ്പോൾ ശരിക്കും കളറ് മാറി വന്നിട്ടുണ്ട്, നല്ല ഡാർക്ക് ബ്രൗൺ ആയി. ഇനി നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
വറുത്ത തേങ്ങ ആഡ് ചെയ്യണ സമയത്ത് ഞാൻ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്യാനായിട്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ കൂട്ടുകറി ഞാനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകറി ഉണ്ടാക്കുന്ന രീതി എല്ലാവരും കണ്ടില്ലേ? ഇത് അത്ര എളുപ്പം റെസിപ്പിയാണെന്ന് ഞാൻ പറയില്ല, എന്നാൽ അത്ര ഡിഫിക്കൽട്ടും അല്ല. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.